ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ഗ്രഹിക്കുകയും നന്നായി അറിയുകയും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. എന്നാൽ എന്നെ ഗ്രഹിച്ചറിയുന്നത് നിങ്ങൾ പ്രശംസിക്കട്ടെ, അതാണല്ലോ എനിക്ക് പ്രസാദമുള്ളത്. അതാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഗ്രഹിച്ചറിയുക, എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതലൊരു പ്രശംസ ഈ ലോകത്തിൽ വേറെയില്ല എന്നുള്ളതാണ് ആ 23-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം എന്ന് പറയുമ്പോൾ അത് യിരെമ്യാവ് വളരെ വേദനയോടുകൂടി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 9-ാമത്തെ അധ്യായം. ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ആ ജനത്തിന്റെ ദൈവിക ന്യായവിധിക്ക് കാരണമാകുന്ന എന്തൊക്കെ കാരണങ്ങളാണെന്നുള്ളതാണ് ആ യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കൂടുതലായും പറഞ്ഞിരിക്കുന്നത്. അവിടെ വ്യഭിചാരികൾ ഉണ്ടായിരുന്നു, വഞ്ചന ചെയ്യുന്നവർ, ദ്രോഹിക്കുന്നവർ, വ്യാജം പറയുന്നവർ, ദോഷം ചെയ്യുന്നവർ, ഉപായികൾ, സഹോദരന്മാർക്കെതിരെ സംസാരിക്കുന്നവർ. അതായത് സഹോദരന്മാരോട് സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ ഉപായങ്ങളും അവരുടെ ഉള്ളിൽ തന്ത്രങ്ങളും ഒക്കെ ചതിവ് നിറഞ്ഞ ഹൃദയമുള്ളവരും ഒക്കെയാണെന്നാണ് ആ 1 തൊട്ട് 6, 7 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഒരു ന്യായവിധിയെക്കുറിച്ചാണ്, ദൈവത്തിന്റെ ന്യായവിധി. 3-ാമത്തെ പാട്ടെന്ന് പറയുന്നത് അവിടെ വിലപിക്കുക, നിങ്ങൾ എൻ്റെ ഇവിടെ വരിക, എൻ്റെ വചനം കേട്ട് അനുസരിക്കുക, ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകാൽ സ്ത്രീകളോട് അവിടെ പറയണം, എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പി, നിങ്ങളുടെ ചെവി എൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ, നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തർ താന്താന്തിര കൂട്ടുകാരത്തെ പ്രലാപവും അഭ്യസിപ്പി എന്ന് പറഞ്ഞ് എൻ്റെ വചനം കേട്ട് നിങ്ങൾ അനുസരിക്കുക, എൻ്റെ വചനം നിങ്ങൾ കേൾക്കുമെങ്കിൽ ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്നുള്ളൊരു ആഹ്വാനം അവിടെ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. അത് 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. അവിടെ ജനമെല്ലാം പ്രശംസിക്കുന്നത്, കാരണം ധനത്തിൽ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ ജ്ഞാനത്തിൽ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബലവാന്മാർ തൻ്റെ ബലത്തിൽ അവിടെ പ്രശംസിക്കുന്നുണ്ട്, ധനവാന്മാർ ധനത്തിൽ അവിടെ പ്രശംസിക്കുകയാണ്. ജ്ഞാനികളോ എനിക്ക് ഭയങ്കര ജ്ഞാനമാണെന്ന് അവിടെ പ്രശംസിക്കുകയാണ്. അങ്ങനെ അനേക കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അവരെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തെല്ലാം നിങ്ങൾ പ്രശംസിച്ചാലും എന്നെ ഗ്രഹിക്കുന്നതിനപ്പുറം ഒരു പ്രശംസ നിങ്ങൾക്കില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നെ ഗ്രഹിക്കുക, എന്നെ കൂടുതലായി നിങ്ങൾ അറിയുക, അതിലല്ലോ ഞാൻ പ്രസാദിക്കുന്നത്. എന്നെ കൂടുതലായി അറിയുകയും എന്നെ കൂടുതലായി ട്രസ്റ്റ് ചെയ്യുകയും നിങ്ങൾ ചെയ്താൽ നിങ്ങളെ തീർച്ചയായും ഞാൻ അനുഗ്രഹിക്കും, ആ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. നമുക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ദേശത്തിന് വേണ്ടി കരയുവാൻ. അവിടെ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ അതിന്റെ 17 തൊട്ടുള്ള വാക്യങ്ങളിൽ സ്ത്രീകളെ അവിടെ വിളിച്ചു കൂട്ടരുത്, വാ നമുക്ക് കരയാം, നമുക്ക് വചനം കേൾക്കാം, നമുക്ക് ദൈവത്തെ അനുസരിക്കാം എന്നവിടെ പറയുകയാണ്. നിങ്ങൾ എല്ലാവരും വിളിച്ചുകൂട്ടി എൻ്റെ വചനത്തെ കേൾക്കുക, നിങ്ങൾ എൻ്റെ വചനത്തെ അനുസരിക്കുക എന്ന് പറയും. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ എവിടെയാണോ പാർക്കുന്നത് ആ ദേശത്തിന് വേണ്ടി കരയുക, പ്രാർത്ഥിക്കുക. അവരുടെ പാപങ്ങളും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ലംഘനങ്ങളെയും ഒക്കെ ക്ഷമിക്കുവാൻ കർത്താവ് തയ്യാറാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ ഒന്നിലും പ്രശംസിക്കരുത്, ദയയും ന്യായവും നീതിയും ഞാൻ പ്രവർത്തിക്കും. കാരണം കർത്താവിന്റെ കയ്യിലാണ്. നമ്മൾ പലരും ചോദിക്കും, ദൈവമുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്യുക. പല സംഭവങ്ങളും ലോകത്തിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഏകപക്ഷമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ദൈവമാണോ ഇത് ചെയ്യുന്നത്? അതെ, ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കയ്യിൽ ദയയും ന്യായവും നീതിയും ഉള്ള ദൈവമാണ്. ആ കൂടുതലായി കർത്താവിനെ കൂടുതലായി ആശ്രയിക്കുക, നമ്മൾ അവിടെ സമാധാനം ഉണ്ടാകുവാൻ ഇടയായി തീരും. ഇയ്യോബിന്റെ പുസ്തകം 31:25 പറയുന്നു, എനിക്ക് വളരെ ധനമുണ്ട്, ഞാൻ അധികം സമ്പാദിച്ചു, ഇങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ ഉയരത്തിലെ ദൈവത്തെ നിഷേധിക്കുന്നതായി കാണുന്നു. ഇയ്യോബിന്റെ പുസ്തകം 31:25 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്തിലാണോ പ്രശംസിക്കുന്നത് ആ പ്രശംസ നമ്മൾ ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ളവരായി തീരരുത്. നമ്മുടെ ഒന്നിലും നമ്മൾ പ്രശംസിക്കുവാനിടയായിത്തീരരുത്. എല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. 1 കൊരിന്ത്യർ 1:31 ഇങ്ങനെ പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. സങ്കീർത്തനം 49:6 വാക്യത്തിൽ അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കാരണം ഇതെല്ലാം പ്രശംസിക്കുവാൻ ഇടവരരുത്, കർത്താവിൽ ആശ്രയിക്കുക എന്നാണ് ഇവിടെ എല്ലാം പറയുന്നിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 3:14 പറയുന്നു, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയും അരുത്. നിങ്ങൾ ഒന്നിലും പ്രശംസിക്കരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ലൂക്കോസിന്റെ 12-ാം അധ്യായത്തിൽ ഒരു ധനവാൻ പ്രശംസിക്കുമ്പോൾ അവന് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കർത്താവ്
കർത്താവ് അവിടെ പറയുന്നു, മൂടാ, ഇന്ന് നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ സ്വരൂപിച്ചത് വെച്ച് കൂട്ടിയാൽ നിനക്ക് എന്ത് പ്രയോജനം, നീ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ഗ്രഹിക്കുകയും നന്നായി അറിയുകയും ആ ദേശത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ദേശത്തൊരു സമാധാനം കൈവരിക്കുവാൻ, ഒരു സമാധാനം ഉണ്ടാവുകയും അവിടെ നീതിയുടെ ഒരു ഫലം കൊയ്യുവാനായിട്ട് ഇടയായി തീരും. ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.